ബിഫോർ ബ്രേക്കപ്പും ആഫ്റ്റർ ബ്രേക്കപ്പും ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷം പലരും കാണിക്കുന്ന ഒരു പരിപാടികളാണ് വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റുക, ഷോക്ക് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇടുക, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ റിംഗ് ട്യൂണ് മാറ്റിയിട്ട് ഷോക്ക് ആയിട്ടുള്ള ഇടുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു കാര്യം, അത് ബാക്കിയുള്ളവർ അറിയും എന്നുള്ളൊരു കണ്ടീഷൻ അല്ലാതെ നമുക്കതിന് പ്രത്യേകിച്ച് രീതിയിൽ പ്രശ്നം പരിഹാരം ഒന്നും ആവുന്നില്ല. ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ആദ്യത്തെ 2 മാസം ഭയങ്കര ടെൻഷനിലായിരിക്കും. നമ്മൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ തുടക്കമായിരിക്കും. നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ശീലമാണ്. എന്നും ചെയ്യുന്ന ശീലത്തിൽ നിന്ന് പെട്ടെന്ന് മാറി എന്നും അയാൾ ഉണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ മനസ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ഈഗോ വരാൻ തുടങ്ങും. ആദ്യം അവർ കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ അവരില്ലാത്ത സ്ഥിതി നമ്മുടെ മനസ്സിൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോംപ്രമൈസിന് വിധേയനാവാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിലേക്ക് വേറെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കുറേയൊക്കെ ഫീഡ് ചെയ്ത് വെച്ച് ഡെയിലി റുട്ടീനുള്ളത് മാറി. ആദ്യം ഉണ്ടായിരുന്ന ശീലം നമ്മുടെ ഒപ്പമുള്ള ആള് ഫോണിൽ സംസാരിക്കാനും നേരിട്ട് കാണാനും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു മൊമെന്റ് ആണ്. അത് മാറി നമ്മൾ വേറൊരു കണ്ടീഷനിലേക്ക് ആവുക. അതുവരെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡോപ്പമിൻ മാറി കോർട്ടിസോൾ ആയി. ഇതിന് 2 സൊല്യൂഷനാണുള്ളത്. ഒന്ന്, നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, അവരുമായിട്ട് എൻഗേജ്മെന്റ് കൂട്ടാം. 2, ഒരിക്കലും വെറുതെ ഇരിക്കരുത്. നമ്മുടെ സുഹൃത്തുക്കളായി കഴിഞ്ഞാലും നമ്മുടെ ഒപ്പമുള്ള പരിപാടി, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാം. അത് നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. വലിയ വലിയ പരിപാടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ തന്നെ ലീഡർഷിപ്പായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്.